എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. നമുക്ക് ദൈവത്തെ അറിയുവാൻ ലഭിച്ചത് ഒരു ഭാഗ്യാവസ്ഥയാണ്. അപ്പോൾ തന്നെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ച ശേഷം ശിശുക്കളായ നമുക്ക് ഈ ഭാഗ്യം ദൈവം നൽകി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയട്ടെ. എന്നാൽ ഇതിന്റെ മറുവശം നാം പഠിക്കുമ്പോൾ, വിശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞുമിരിക്കും. ദൈവം നമ്മെ അറിയണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവത്തെ അറിയുന്ന എല്ലാവരെയും ദൈവം അറിയണമെന്ന് നിർബന്ധമില്ല. അതിനൊരു കർത്താവ് പറഞ്ഞ ഒരു ഉപമ നാം ചിന്തിക്കുമ്പോൾ 10 കന്യകമാരുടെ ഉപമയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, വിളക്കെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു എന്ന് നാം പഠിക്കുന്നു. എന്താണ് അവിടെ പ്രത്യേകത? ഈ ബുദ്ധിയില്ലാത്തവരുടെ പ്രത്യേകത, അവരൊരുങ്ങി പുറപ്പെട്ടവരാണ്. വിളക്ക് കയ്യിലുണ്ട്, പക്ഷേ എണ്ണ കരുതിയിട്ടില്ല. വിളക്കിൽ എണ്ണയുണ്ട്, അത് കത്തിച്ചു, എന്നാൽ എണ്ണ കൂടെ കരുതിയിട്ടില്ല. ഇവര് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവർ ഒറിജിനൽ 5 പേരുണ്ട്, ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇന്ന് ലോകത്ത് അനുഭവം ഉള്ളവരെക്കാൾ അഭിനയം ഉള്ളവർക്കാണ് വിലയുള്ളത്. അഭിനയിക്കുന്നവർക്ക് വലിയ വിലയാണ്, വലിയ മാന്യതയാണ്. എന്നാൽ അനുഭവമുള്ള പലർക്കും അറിയില്ല. ഇവിടെ നാം പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കാണ് നാം ശ്രദ്ധിക്കുന്നത്. കർത്താവെ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് അവർ നിലവിളിക്കുമ്പോൾ, എന്ന് അവർ വിളിക്കുമ്പോൾ, കർത്താവ് പറയുന്നൊരു ഭാഗം, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇവിടെയാണ് ഗലാത്യ ലേഖനത്തിൽ നാം വായിച്ച വേദഭാഗം പ്രസക്തമായി മനസ്സിലാക്കുന്നത്. നാം ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞുമിരിക്കെ. നാം ദൈവത്തെ അറിയുന്നു, നാം പ്രാർത്ഥിക്കുന്നു, നാം കൂട്ടായ്മ ആചരിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ ദൈവം നമ്മെ അറിയുന്നുണ്ടോ? ഇവിടെ വിളക്കെടുത്ത് പുറപ്പെട്ട് ആ ലക്ഷ്യത്തോടെ മാത്രം പുറപ്പെട്ട കന്യകമാരോട് കർത്താവ് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇവിടെയാണ് വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയം. അവർ പുറത്താകുകയാണ്. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മെ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദൈവം നമ്മെ അറിയണം. ഹാഗാർ പറയുന്നൊരു വാക്കുണ്ട്, എന്നെ കാണുന്നവൻ ഇവിടെയും കണ്ടിരിക്കും. നമ്മെ കാണുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം, മറ്റാർക്കും നമ്മെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ദൈവം നമ്മെ അറിയട്ടെ. അവൻ നമ്മെ അറിഞ്ഞാൽ, ഒരു പ്രഹസനവും പുറത്തില്ലെങ്കിലും പുറമേ ഇല്ലെങ്കിലും അവൻ അറിഞ്ഞാൽ അത് മതി. നാം അവന്റെ കൂടെ തന്നെ അകത്താകാൻ അത് മതി. അതിനായി നമുക്ക് ദൈവത്തിനെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.